ക്രിമിനലുകളാകുന്ന വിദ്യാർത്ഥികളെക്കുറിച്ചാണ് ഓരോ ദിവസവും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പരസ്പരം ഏറ്റുമുട്ടുന്നു, തമ്മിൽ തമ്മിൽ കൊല ചെയ്യുന്നു, എന്തും ചെയ്യാൻ മടിക്കാത്തവരായി അവർ മാറുന്നു. അമിത വാത്സല്യം നൽകി എല്ലാ സൗകര്യങ്ങളോടും കൂടി വളർത്തുന്ന ഭാവി തലമുറ നാം പ്രതീക്ഷിക്കാത്ത ഇരുണ്ട കാലത്തേക്കാണോ പോകുന്നത്? എന്തായിരിക്കും ഇതിന് കാരണം? എല്ലാവർക്കും പല പല കാരണങ്ങൾ നിരത്താനുണ്ടാകും. വളർത്തു ദോഷമാണ്, അമിത സൗകര്യങ്ങളുടെ ഫലമാണ്, വിദ്യാഭ്യാസ രീതിയുടെ കുഴപ്പമാണ്, അധ്യാപകർ ശ്രദ്ധിക്കുന്നില്ല, അതിലേറെ മൊബൈലിൻ്റെ സ്വാധീനമാണ്, അങ്ങനെ. ശ്രദ്ധിക്കാത്ത മറ്റൊരു വശമുണ്ട്. നാം എന്തു വാങ്ങണം, എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, ചിരിക്കണം, ഇടപെടണം, എങ്ങോട്ട് പോകണം, എങ്ങനെ ജീവിക്കണം, എന്തിനേറെ നാം എന്ത് ചിന്തിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് മാറിയ കമ്പോള വ്യവസ്ഥയാണ്. വാസ്തവത്തിൽ പുതിയ സാമ്പത്തിക സാഹചര്യങ്ങൾ സൃഷ്ടിച്ച സാമൂഹ്യ വെല്ലുവിളികളെ നാം തിരിച്ചറിഞ്ഞിട്ടില്ല. അവ ഏറെ സ്വാധീനിക്കുന്നത് കുട്ടികളെയാണ്. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ സാമഗ്രികൾ വാങ്ങിക്കൂട്ടുകയും അടുത്തവർക്ക് സമ്മാനിക്കുകയുമാണ് സ്നേഹപ്രകടനം എന്ന് വരുന്നു. സകലമാന സൗകര്യങ്ങളുടെ പ്രദർശനശാലയായ കോർപ്പറേറ്റ് മാളുകളിലേക്കാണ് നാം ഉല്ലാസയാത്ര നടത്തുന്നത്. അമിതമായ സുഖസൗകര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നു. അതിന് പണമില്ലാതെ വരുമ്പോൾ എന്ത് അധമ മാർഗവും സ്വീകരിക്കുന്നു. മയക്കുമരുന്നിൻ്റെ കച്ചവടം പൊടി പിടിക്കുന്നത് ഈ കാരണം കൂടി കൊണ്ടാണ്. മയക്കുമരുന്ന് അപകടമാണെന്ന് നാം വലിയ വായിൽ വിളിച്ചു പറയുമ്പോഴും എന്ത് മുൻകരുതലാണ് നാം എടുക്കുന്നത്? ആശയും നിരാശയും ഒരേ രീതിയിൽ നേരിടാൻ കഴിയാതെ വരുന്നു. തലമുറ മാറ്റം എന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ്. നാം കണ്ടതും കേട്ടതും അനുഭവിച്ചതും ധരിച്ചു വെച്ചതും പുതിയ തലമുറയ്ക്ക് അതേപടി അല്ലെങ്കിൽ അതിലും പഴഞ്ചൻ രീതിയിലാണ് പകർന്നു നൽകുന്നത്. അതുമൂലം യുവാക്കളിൽ യുക്തിബോധം എന്നത് ഇല്ലാതാവുന്നു. ഭക്തിയും അന്ധവിശ്വാസവും വർദ്ധിക്കുന്നു. സാമൂഹ്യ ജീവികളാകാതെ അരാഷ്ട്രീയവാദികളായി മാറുന്നു. അപ്പോഴെങ്ങനെയാണ് മനുഷ്യൻ പുരോഗമിക്കുക? നമ്മുടെ സോഷ്യൽ മീഡിയകൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? സാധാരണ മനുഷ്യൻ്റെ പ്രശ്നങ്ങളും സമസ്യകളും ദുരിതങ്ങളുമൊക്കെ തൻ്റേതാണെന്നു കൂടിയുള്ള ബോധം കുട്ടിക്കുണ്ടാവണം. സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും ഉയർച്ച താഴ്ചകളിലെല്ലാം രക്ഷിതാക്കൾക്കൊപ്പം കുട്ടികളെയും ചേർത്ത് പിടിച്ച് നടക്കണം.